പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നുള്ള തലക്കെട്ട്, 12 വചനങ്ങൾ മാത്രം. ഈ സങ്കീർത്തനം മുഴുവനും രാജാവിൻ്റെ വാക്കുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപക്ഷെ രാജാവിൻ്റെ അഭിഷേക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിട്ട് പോലും ഈ സങ്കീർത്തനത്തെ കരുതാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അഭിഷേകം, സിംഹാസനത്തിൽ ഉപവിഷ്ടമാകുക, ഔദ്യോഗിക ചുമതലകൾ ഏൽപ്പിക്കുക എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ ദൈവത്തിൻ്റെ അപരിമേയ അധികാരത്തെ നിഷേധിക്കരുത് എന്നുള്ളതാണ് സങ്കീർത്തനം എടുത്തെടുത്ത് പറയുന്നത്. ഭൂമിയിലെ രാജാക്കന്മാര് ദൈവജനത്തിനായിട്ട് വേണം നിലനിൽക്കാനായിട്ട്. ദൈവിക പദ്ധതികളെ ചെറുക്കുന്നവരെയും എതിർക്കുന്നവരെയും ദൈവം പരിഹസിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള സൗഭാഗ്യ ആശംസകളോടുകൂടിയാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. എല്ലാ ജനതയും കർത്താവിൻ്റെതാണ്. എല്ലാവരും ഒരുമിച്ച് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളത് സങ്കീർത്തകൻ നിരന്തരം ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് വാസ്തവത്തിൽ മിശിഹ എന്ന അഭിഷിക്തനായിട്ടുള്ള രാജാവ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഭരണകർത്താവേ ഉള്ളൂ. ദൈവമേ, നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങയുടെ ശക്തമായിട്ടുള്ള വചനങ്ങൾ രാജ്യങ്ങൾക്കും ജനതകൾക്കും മേല് വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കണം. അതിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ ഓരോ കാലുവയ്പ് പോലും അങ്ങയുടെ നിയന്ത്രണത്തിലായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.